അസ്സലാമു അലൈക്കും. നമ്മള് ഒരിക്കല് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങള് ഞങ്ങളെ ഗ്രൂപ്പില് ക്ലാസ് എടുക്കുന്ന ആളുടെ യോഗ്യത എന്ന്, എന്ത് ക്വാളിഫിക്കേഷനാണ് അയാൾക്കുള്ളത് എന്നുള്ളത്. അന്ന് ഞാൻ ക്വാളിഫിക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലാഹിറായ ദീനിൽ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളത്. അത് കാരണം പലരും ലെഫ്റ്റായി പോയിട്ടുണ്ടാവും. പക്ഷേ അൽഹംദുലില്ലാ വലിയൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാമിലായ ഷെയ്ഖിന്റെ മുരീദാണ് എന്നുള്ളതാണ്. പക്ഷെ അത് ദുന്യാവിലെ ആളുകൾ അല്ലെങ്കിൽ ദീനിലെ അറിവുണ്ടവർ എന്ന് പറയുന്ന ആളുകൾ അതൊരു ക്വാളിഫിക്കേഷനായി കൂട്ടുന്നില്ല. അപ്പൊ അവര് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് മാത്രമേ ഇൽമു സ്വീകരിക്കുള്ളൂ. എന്നാൽ അവരുടെ ക്വാളിഫിക്കേഷൻ അള്ളാഹുവിന്റെ മുമ്പിൽ ക്വാളിഫിക്കേഷൻ അല്ല, അത് അവർക്കറിയില്ല. അത്തരം ആളുകള് ദീന് നിർവചിച്ച് ദീനിന്റെ പല മസാലകള് ജനങ്ങൾക്ക് അവരുടേതായ ബുദ്ധിയിൽ നിന്നും പഠനത്തിൽ നിന്നും അതുപോലുള്ള മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്ത് കൊടുത്തപ്പോ ഉണ്ടായതാണ് 73 ഫിർഖകൾ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്ത് 71 പിരിഞ്ഞ് അതിൽ നിന്ന് ഒന്ന് മാത്രമേ സ്വർഗത്തിലേക്കുള്ളൂ. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത 72 പിരിഞ്ഞ് അതിൽ ഒന്ന് മാത്രമേ സ്വർഗത്തേക്കുള്ളൂ. എന്റെ ജനത 73 പിരിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സത്യമായിട്ട് പുലരണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് ഒരിക്കലും അസത്യമാവില്ല. നമ്മൾ വിശ്വസിക്കുകയും വേണം. മാത്രമല്ല ഭയപ്പെടണം, ഇതിൽ ഞാനേത് ഫിർഖയാണ്, ഞാനേത് ഗ്രൂപ്പിലാണ് എന്നുള്ളത്. അപ്പൊ ഇത് റസൂലുള്ളാഹി പറഞ്ഞ സമയത്ത് ആരാണ് റസൂലുള്ളാഹി ഈ ഒരു രക്ഷപ്പെടുന്ന വിഭാഗം എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും എന്റെ സഹാബത്തും എന്റെ സുന്നത്തുകള് അണുമണി തൂക്കം വ്യതിചലിക്കാതെ പിന്തുടർന്നവര്, ശക്തമായി പിടിച്ചവര്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചവര് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നമ്മള് ഉലേക്കന്മാര് പറയും ലാഹിറായിട്ടുള്ള പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിസ്കാരം, നോമ്പ്, ഖുർആൻ പഠന രീതികള്, ഖുർആന്, ഹദീസ് ഇതിനെയാണ് റസൂലുള്ളാഹി സുന്നത്തായിട്ട് പറഞ്ഞത് എന്നുള്ളത്. അത് അവരുടെ പരിമിതിയാണ്, അറിവിന്റെ പരിമിതിയാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് എങ്ങനെ അത് മാത്രം ആവുക? റസൂലുള്ളാഹി ആരാണ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് ഒരു ജിസ്മാനിയായ രൂപമുണ്ട്, റൂഹാനിയായ രൂപമുണ്ട്. ജിസ്മാനിയായ രൂപത്തിന്റെ സുന്നത്ത് മാത്രമാണ് അവർ ഈ പറയുന്നത്. ജിസ്മാനിയായ ഒന്നല്ലല്ലോ ദീൻ. ദീനിന്റെ ഭാഗം ജിസ്മാനി അല്ലല്ലോ, റൂഹാനിയാണല്ലോ. അല്ലെങ്കിൽ ദീൻ എന്തിനാ? അതിന്റെ ഭൗതികത എന്ന് പറയണം. നമ്മള് പറയപ്പെടുന്ന പല കാര്യങ്ങളും ദീൻ എന്ന ലേബലേ ഉള്ളൂ, അതിൻ്റെ ഉള്ള റൂഹാനിയത്തില്ല. നിസ്കാരമാവട്ടെ അതിനൊരു രൂപേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഹഖീഖത്തോ റൂഹോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ വൈലുൻ ലിൽ മുസല്ലീൻ എന്ന് പറയാൻ കാരണം, നിസ്കാരക്കാർക്ക് നാശം എന്ന് പറയാൻ കാരണം. നിസ്കരിച്ചിട്ടും എങ്ങനെ നാശം കിട്ടുന്നത്? മറ്റിബാധകളൊക്കെ കാര്യം അങ്ങനെ തന്നെയാണ്. ആ ബാഹ്യമായ രൂപം വന്നതുകൊണ്ട് രക്ഷപ്പെടും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ റൂഹ് ഉണ്ടെങ്കിലോ രക്ഷപ്പെടും. ഈവൻ ബാഹ്യമായ ജിസ്മി ഇല്ല എങ്കിലും ഒരുപക്ഷെ രക്ഷപ്പെടാം. കാരണം റൂഹ് ഉണ്ടല്ലോ. ആൾക്ക് റൂഹ് ഉണ്ട്, ജിസ്മില്ല എങ്കിലും അവനുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ. എന്നാ ജിസ്മുണ്ട്, റൂഹില്ല എന്നുണ്ടെങ്കിൽ ആത്മീയതയിൽ അവൻ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകൾ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂഹാനിയായ സുന്നത്തുകളും ഉണ്ട്, ജിസ്മാനിയായ സുന്നത്തുകളും ഉണ്ട്. രണ്ടും കൂടി ചേരുമ്പോൾ പരിപൂർണതയായി. അതല്ല ജിസ്മാനി മാത്രമാണെങ്കിൽ അപൂർണതയാണ്, അതേപോലെ റൂഹാനി മാത്രമാണെങ്കിൽ അപൂർണതയാണ്. പക്ഷെ റൂഹാനി മാത്രമാണെങ്കിലും അവൻ രക്ഷപ്പെടും. എന്നാൽ ജിസ്മാനി മാത്രമായാൽ രക്ഷപ്പെടൂല. കാരണം അവന് റൂഹ് എന്ന ഹഖീഖത്തില്ലല്ലോ. റൂഹില്ല എന്നുണ്ടെങ്കിൽ ജീവനില്ല. ജീവനില്ലാത്തവൻ എങ്ങനെ രക്ഷപ്പെടാനാണ്? പിന്നെയുള്ളതൊക്കെ അവന്റെ ദുർഭാവനകളാണ്. ദുർഭാവനകളാലും അതേപോലെ തന്നെ വ്യാമോഹങ്ങളാലും കെട്ടിപ്പടുത്തൊരു ദീനാണ്. അതാണ് പലരും കൊണ്ടു നടക്കുന്നത്. ഈ രീതിയിലുള്ള ദീന് അവസാന കാലത്ത് പെരുകും, അത് അനുകരിക്കുന്നവര് പെരുകും. എന്നാൽ ഹഖീഖത്തിലൂടെ പോകുന്ന ആളുകൾ കുറയും. അതാണല്ലോ 73 വിഭാഗത്തിലുള്ള വിഭാഗം എന്ന് പറയാൻ കാരണം.
73 ടൈപ്പ് ഉണ്ടെങ്കിൽ അതൊരു വിഭാഗം എത്ര മൈനോറിറ്റിയാണ് ആലോചിക്കണം. ഈ ലോകത്തുള്ള മൊത്തം മുസ്ലിങ്ങളിൽ 73 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു വശം, ഒരു വിഭാഗം മറുവശം. അപ്പൊ മെജോറിറ്റി ആളുകളും ഹക്കിലൂടെ ആവൂല പോകുന്നത് എന്നർത്ഥം. അതേപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തൊക്കെ സ്വർഗത്തിൽ വളരെ ചുരുങ്ങിയ ആളുകൾ ഉണ്ടാവുന്നുള്ളൂ. ഹദീസില് 999 ആളുകൾ 1000, നരകത്തിലും ഒരാൾ സ്വർഗത്തിലും, അങ്ങനെ പറയുന്നത്. സഹാബത്തിനോട് പിന്നെ അത് ഒന്ന് മയവാക്കി പറയുന്നുണ്ട്, എന്നാൽ 4-1 നിങ്ങളായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് സഹാബത്തിനോടാണ് പറയുന്നത്, നമ്മളോടെല്ലാവരോടും അല്ല. സഹാബത്ത് റസൂലുള്ളാഹിന്റെ കൂടെയുണ്ട്. റസൂലുള്ള എന്നുള്ള അധ്യാപകൻ, ആ അധ്യാപകൻ ഭൂമിയിൽ വന്ന് ഒരു കൂട്ടക്കാരെ ദീൻ പഠിപ്പിച്ച്, ആ കൂട്ടക്കാരിൽ തന്നെ മുനാഫിക്കീങ്ങളുണ്ട്, കാഫിരീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. എങ്കിൽ മനസ്സിലാക്കണം, ഏറ്റവും വലിയ ടീച്ചറായ അധ്യാപകന്റെ മുമ്പിൽ പോലും എല്ലാ ആളുകൾക്കും മുഅ്മിനാവാൻ പറ്റിയില്ല എങ്കിൽ അത് ഒരാളെ കൊണ്ടും പറ്റൂല. ഒരു വലിയനെ കൊണ്ടും ഒരു പ്രവാചകനെ കൊണ്ടും സാധ്യമല്ല എല്ലാവരെയും മുഅ്മിനാക്കാൻ. കാരണം മുഅ്മിനാവൽ ആരാണ്? അള്ളാഹു തീരുമാനിച്ചവർ മാത്രമേ മുഅ്മിനായി തീരുന്നുള്ളൂ. അതിന് കാരണക്കാർ മാത്രമാണ് ഈ വരുന്ന അധ്യാപകർ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ള മുമ്പിൽ നിന്നിട്ട് റസൂലുള്ള ആരാണെന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഇൽമു കൊണ്ട് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത്? ഇൽമിന്റെ കുറവ് കൊണ്ടാണോ, ബുദ്ധിയുടെ കുറവ് കൊണ്ടാണോ, ചിന്തയുടെ കുറവ് കൊണ്ടാണോ, ശുദ്ധിയുടെ കുറവ് കൊണ്ടാണോ, എന്തിന്റെ കുറവ് കൊണ്ടാണ്? അബൂജഹലിനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ അസ്മിയത്ത്, ഇമ്പോർട്ടന്റ്, മഹത്വം മനസ്സിലാക്കാതിരുന്നത്? സ്വന്തം കുടുംബക്കാരനാണ്, ചോരബന്ധം കൂടിയുണ്ട്, എന്നിട്ട് മനസ്സിലാക്കിയില്ല. റസൂലുള്ളാഹിന്റെ സ്വഭാവം നന്നേ അറിവുള്ളവനാണ്, എന്നിട്ട് മനസ്സിലാക്കിയില്ല. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു കവിയാണ്, സാഹിത്യകാരനാണ്. അബൂജഹൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലഖബാണ്, ഒറിജിനൽ പേരല്ല. ഒറിജിനൽ പേര് ഉമർ എന്നാണ്. ആളുകൾക്ക് ഇടയിൽ അറിയപ്പെട്ട ഒരു കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ എന്തിന്റെ പേരിലാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്ന് ആലോചിക്കും. അപ്പൊ നമ്മൾക്കിടയിലേക്ക് ഒരു വലിയ വരുന്ന സമയത്ത്, ഇത് നാളെ ഇമാം ഇസ്ലാം വരുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ ബുദ്ധി കുറവുകൊണ്ടാവണമെന്നില്ല, ചിന്ത കുറവുകൊണ്ടാവണമെന്നില്ല. എന്തിന്റെ കുറവ് കൊണ്ടാണ്? പക്ഷെ മനുഷ്യനെ അളക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം ഈ കാര്യങ്ങളാണ്. ഒന്നുകിൽ ബുദ്ധി, അല്ലെങ്കിൽ അറിവ്, ദീനിലെ പരിജ്ഞാനങ്ങള്, ശരീരത്തിന്റെ അളവുകോലുകള്. ഇതുകൊണ്ടൊന്നും ഒരാളും സത്യം മനസ്സിലാക്കാൻ പോകുന്നില്ല. നൂറ് കൊണ്ട് നോക്കുന്നവരെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് നോക്കുന്നവരെ സത്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ 100 എന്താണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ പഠിപ്പിക്കുന്ന വിഷയം അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ടവർക്ക് ഇൻഷാ അല്ലാഹ് അതിന് സാധിക്കും. കാരണം നമ്മൾ ഈ ഗ്രൂപ്പ് ഇടുന്ന സമയത്ത്, ഈ ക്വാളിഫിക്കേഷൻസ് പറയുന്ന സമയത്ത് അത് ബേസ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നവര് പകുതി ആൾ ലെഫ്റ്റ് അടിച്ചു പോകും. ബാക്കി പകുതി ആളുകൾ മുനാഫിക്കത്തിന്റെ ഭാഗമായിട്ട് ഇതിൽ തുടരും. അവരാവശ്യം അടക്കലാണ്, എന്താണ് ഇവർ പറയുന്നത് എന്ന് നോക്കലാണ്. എന്നാൽ ഒരു കൂട്ടക്കാരും മാത്രം ഹിദായത്ത് തേടുന്നവരുണ്ട്, മൈനോറിറ്റി. അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം മുഅ്മിനീങ്ങളായ റൂഹുകൾക്ക് അല്ലാതെ ഒരാൾക്കും ഈമാൻ എത്തിച്ചു കൊടുക്കാൻ പറ്റൂല. അത് പറയുന്നവന്റെ കഴിവല്ല, പറയുന്നവന്റെ നാവിന്റെ കറാമത്തുമല്ല, ആൾക്കും സാധിക്കും. അതിന് സമ്മതം മാത്രമാണ് ആവശ്യം. സമ്മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജാസിയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഖുർആനിൽ അങ്ങനെ വന്നിട്ടുള്ളത്. ദാഹിയൻ ബിഇദ്നില്ലാഹ് എന്ന ഖുർആൻ ഉപയോഗിച്ച വാചകം. അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ. അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണ് റസൂലുള്ളാഹി പോലും ദീനിലേക്ക് ക്ഷണിക്കുന്നത് എങ്കിൽ സമ്മതമില്ലാത്തവർക്ക് എങ്ങനെ ദീനിലേക്ക് ക്ഷണിക്കാൻ പറ്റുക? അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? സമ്മതമില്ലാത്തവൻ ആരാണെങ്കിലും, എത്ര വലിയ സാഹിത്യകാരനാണെങ്കിലും പ്രാസംഗികനാണെങ്കിലും അതിലെന്തുണ്ടാവൂല? ബർക്കത്തോ ഉണ്ടാവൂല, അള്ളാഹുവിന്റെ ഹിദായത്ത് ഉണ്ടാവൂല. അവൻ കൊണ്ടുപോകുന്നത് ദീനിലേക്കല്ല, അവന്റെ സ്വന്തം ദീനിലേക്കാണ്. അതവന്റെ ഹവയാണ്.
അതിലേക്കുള്ള സൂചനാപരമായിട്ടുള്ള ആയത്ത് കാണിച്ചു തരാനാണ് നമ്മൾ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഈ ആയത്ത് പറയുന്നത്. വല തുത്തിഹുമൻ അഹ്ഫൽനാ കൽബഹു അൻ ദിക്റനാ എന്നുള്ളത്. ഇതാണ് ദീനിന്റെ കസോട്ടി, ദീനിന്റെ അടയാളം ഇതാണ്. ആരും നിങ്ങൾ പിന്തുടരണം എന്ന വിഷയം ഈ ആയത്തിലുണ്ട്. ഇത് ഉൾക്കൊണ്ടവൻ ഉൾക്കൊള്ളട്ടെ. കാരണം ഈ ഡിപ്ലോമയാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ഖുർആനിൽ. ദാക്കിറെ കൽബിയായി തീരാ, ദാക്കിറെ കൽബികളെ നിങ്ങൾ പിന്തുടരാ, ദീൻ അവരിൽ നിന്നും പഠിക്കുക എന്നാ പറഞ്ഞത്. ഒരു കാമിലായ ഷെയ്ഖിന്റെ മുരീദന്മാരല്ലാതെ ദാക്കിറെ കൽബികളാവൂല. സാധാരണ നമ്മൾ അവിടെ ഇവിടെയും കാണുന്ന ഷെയ്ഖന്മാരെ മുരീദന്മാരൊന്നും ഈ മർത്തബയിലേക്ക് എത്തിയവരല്ല. ഈ മർത്തബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഹാനിയത്ത് വലിയ മർത്തബയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ഭാവിയിൽ പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ മോമിനിയങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, അല്ലാത്തവർ കൊഴിഞ്ഞു പോയി കൊണ്ടിരിക്കും. കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ 900 കൊല്ലം ഈ വിഷയം പ്രചരിപ്പിച്ചിട്ടും കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഏകദേശം 70-ൽ പരം ആളുകൾ. ഇപ്പൊ എന്താ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് എന്താ കഴിവില്ലേ? അള്ളാഹുവിന്റെ ഇജാസിയത്തില്ലേ? അദ്ദേഹത്തിന് പറയാനുള്ള ശക്തിയില്ലേ? അതേപോലെ ബുദ്ധിയില്ലേ? അദ്ദേഹത്തിന് വ്യക്തിത്വം ഇല്ലേ? ഇതൊന്നുമില്ലാത്തതിന്റെ പേരിലല്ലല്ലോ ഈമാൻ എന്ന മുതല് അള്ളാഹു തആല ഇച്ഛിക്കുന്നവർക്ക് കൊടുക്കുന്നുള്ളൂ. അതാരുടെയും പരിധിയിലല്ല എന്നതാണ് വിഷയം. ആ സമയത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്വന്തം മോന് പോലും ആ കപ്പലിൽ കയറാൻ കൂട്ടാക്കിയില്ല. കപ്പലിൽ കയറാൻ കൂട്ടാക്കാത്തവന് സ്വന്തം മോനാണെങ്കിലും ദീനിന് പുറത്താണ്. അതിനൊന്നും ഇസ്ലാം യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഒരു വലിയന്റെ മോൻ വലിയ ആവൂല, ഒരു പ്രവാചകന്റെ മോൻ പ്രവാചകനും ആവൂല. ഏത് കാഫിറിനും ചിലപ്പം വലിയ ഈമാനും മർത്തബയും കിട്ടും, ഏത് സാധാരണക്കാരനും കിട്ടും. പൂർവിക ജീവിതങ്ങളൊന്നും ഇതിന് ബാധകമല്ല. ഇതാ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു തആല കൊടുക്കാൻ ഉദ്ദേശിച്ചവർ ആരാണോ അവർ കൊടുക്കും. നമ്മൾ ഇഷ്ടപ്പെടാതെ നിന്നിട്ടൊന്നും കാര്യമില്ല.